സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് വന്ന വിഷയം നമ്മുടെ കോഴിക്കോട് ഭാഗത്തു നിന്നല്ല, എല്ലാ ഭാഗത്തും ഉണ്ടാവും. കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ എല്ലാ ഭാഗത്തും ഉണ്ട്. ഏകദേശം മലപ്പുറത്തുനിന്ന് 21 സ്ഥലത്തും പിന്നെ അവിടെ നിന്ന് ഈ മേൽമുറി 27 16 സ്ഥലത്തും ഒരു ലൈൻ ഇട്ടിട്ടുണ്ട് റോട്ടിൽ. അത് വണ്ടികൾ പോകുമ്പോൾ കട ചാടിപ്പോവാണ്. അത് തൊട്ടടുത്ത ബിൽഡിങ്ങുകൾക്കൊക്കെ അതിൻ്റെ ജർക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് അപകടം കുറക്കാനാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വാക്കിൽ നിന്ന് കിട്ടി. പക്ഷെ അത് അപകടം കുറയണില്ല, അതുകൊണ്ട് കൂടുകയാണ്. അപ്പോൾ നമ്മളെ മേൽമുറി ഭാഗത്തന്നെ കുറച്ച് ആളുകൾ ആ സിൻഡറ്റിൻ്റെ ഫുള്ളായിടാത്തതുകൊണ്ട്, സെൻറ്ററിൽ മാത്രം പറ്റിച്ച് വെച്ചുകൊണ്ട് ഫുള്ളായിട്ട് ഇടാത്തതിൻ്റെ ഭാഗമായിട്ട് ആ ഗ്യാപ്പ് കൂടെ ബൈക്കുകളും വലിയ വണ്ടികളും കയറുമ്പോൾ ആളുകൾ നടന്നു പോകുമ്പോൾ വണ്ടി തട്ടുക. ഇപ്പോൾ ഇന്നും ആലത്തൂർപ്പാട് സ്വദേശി ഒരു വ്യാപാരി സുഹൃത്ത് സൈഡിൽ കൂടെ നടന്നു പോകുമ്പോഴാണ് അദ്ദേഹത്തെയും വണ്ടി തട്ടിയിട്ടുണ്ട്. അയാൾ ചികിത്സയിലായിരുന്നു, കോഴിക്കോട് മെഡിക്കൽ. അങ്ങനെ ഇന്നലെ രാത്രി മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ശക്തമായിട്ട് എന്തെങ്കിലും ഇതേ നടപടി ആദ്യം കലക്ടറേറ്റോ അല്ലെങ്കിൽ റോഡ് അതോറിറ്റിയിലോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കോ ശക്തമായി നമ്മൾ ഒന്നിച്ചു നിൽക്കും. അതായത് രാഷ്ട്രീയത്തിന് അധീനമായി ഒന്നിച്ചു നിൽക്കും. നമ്മളെ നാടിൻ്റെ പൊതു ആവശ്യം എന്നുള്ള നിലക്ക് നമ്മൾ ഇതിനൊരു പരാതിയായിട്ട് മുന്നോട്ട് പോയിട്ട് ബാക്കി എങ്ങനെ ഇത് ഏത് രീതിയിൽ പ്രതിഷേധിക്കണം എന്നുള്ള ചർച്ചയും ഇതിനു വേണ്ടി നമ്മളൊരു ഒരു ദിവസം കൂടിയിട്ട് ശക്തമായിട്ട് വളരെ പെട്ടെന്ന് എല്ലാവരും ഒന്ന് ഒന്നിച്ച് വരേണ്ടതുണ്ട്. ഇതിപ്പോൾ ഇന്ന് ഞാൻ മറ്റന്നാൾ നീന്ന് പറഞ്ഞ മാതിരിയാണ് ഇതിൻ്റെ പോകുന്ന പോക്ക്. നല്ല പോക്കല്ല. ഇത് എന്തിനു ചെയ്തു ഏതിന് ചെയ്തു എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കോ ആർക്കും ഇതിൻ്റെ ഒരു ഐഡിയ ഇല്ല. ഈ സാധനം റോട്ടിലിട്ട് കണ്ട് വണ്ടികൾ ചാടുമ്പോൾ കണ്ട് തൊട്ടടുത്ത ബിൽഡിങ്ങുകൾ മറ്റുള്ളതൊക്കെ ഇതാണ്. അപ്പം മുന്നേ ഇതിൽ തന്നെ ആംബുലൻസിന് രോഗികൾ പോയിട്ട് സ്ട്രെച്ചർ വീണിട്ടുണ്ട്. അങ്ങനെ കുറേ പ്രശ്നമുണ്ട്. അന്നൊക്കെ ഭയങ്കര പ്രതിഷേധം കാര്യങ്ങളൊക്കെ നടത്തിയതാണ്. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. അപ്പോൾ ഇനി നമ്മൾ നോക്കി നിൽക്കേണ്ടതല്ല. ഇതിന് ശക്തമായി നിയമപരമായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യത്തിൽ എല്ലാവരും മുന്നോട്ട് ഇറങ്ങി വരണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം.